നമസ്കാരം. നെടുമ്പാശ്ശേരിയിൽ യൂണിഫോമിന്റെ മറവിലൊരു യുവാവിനെ ഐബിൻ എന്ന 24-കാരനെ ക്രൂരമായി കൊന്നുകളഞ്ഞ വാർത്തയാണ് കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാറുകൾക്ക് സൈഡ് കൊടുക്കുന്ന സമയത്ത് ചെറുതായ ഒരു ഉരസലുണ്ടായ ആ ഉരസലിൽ നിന്ന് ഉണ്ടായ ഒരു തർക്കം. ആ ഒരു തർക്കം ഒരു യുവാവിനെ 24-കാരനായ ഒരു യുവാവിനെ വണ്ടി ഇടിച്ച് ബോണറ്റിലിട്ട് ഏകദേശം 1 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് സഡൻ ബ്രേക്ക് ഇട്ട് മുന്നിൽ കൊഴിഞ്ഞു ചാടിയപ്പോൾ അവിടെ 2-3 വട്ടം തുടർച്ചയായി കാറടിപ്പിച്ച് കൊന്ന് മനുഷ്യജീവൻ പെടയുന്നത് കണ്ട് ആനന്ദം കണ്ടെത്തിയ 2 ഉദ്യോഗസ്ഥർ, യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ, ഒരു SIയും ഒരു കോൺസ്റ്റബിളും. യൂണിഫോം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആരെയും എന്തും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യം ഈ അടുത്ത കാലത്തെ യൂണിഫോംധാരികൾക്ക് കൂടി വരുന്നുണ്ട്. അങ്കമാലി തുറവൂർ ആലശ്ശേരിയിൽ ആൽവിൻ ജോജോ എന്ന 24-കാരന് ജീവനെടുത്തത് ഇതുപോലെ 2 യൂണിഫോംകാരാണ്. കൊലപാതകത്തിന് മുമ്പ് അതിക്രൂരമായി ഐവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ CISF ഉദ്യോഗസ്ഥരായിട്ടുള്ള SI വിനയ് കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ, രണ്ടുപേരും ബീഹാർ സ്വദേശികളാണെന്നാണ് പറയുന്നത്. മദ്യപിച്ച് ലക്ക് കെട്ട് വണ്ടി ഓടിക്കുക, കാർ ഓടിക്കുക, അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്ത് മറ്റ് വാഹനങ്ങൾക്ക് കേടുവരുത്തുക, അത് ചോദ്യം ചെയ്യുന്നവരെ തല്ലി പരിക്കേൽപ്പിക്കുക, അതിക്രൂരമായി മർദ്ദിക്കുക, തന്നെ മർദ്ദിച്ചവരെയും ആ വാഹനത്തെയും റെക്കോർഡ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുന്ന അതിനുവേണ്ടി ആ വാഹനത്തിന്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൂരമായി വീണ്ടും മർദ്ദിക്കുക, കാറിടിച്ച് ബോണറ്റിലേക്ക് തള്ളിയിടുക. അവിടെ നിന്നും 1 കിലോമീറ്ററിലധികം ബോണറ്റിൽ കിടന്ന് ഐവിൻ നിലവിളിച്ചു. 1 കിലോമീറ്ററിലധികം കാർ ഓടിച്ചു പോയി എന്നാണ് പറയുന്നത്. ഐവിന്റെ നിലവിളിയും കാറിന്റെ ബോണറ്റിൽ ഒരു യുവാവിനെ ഇട്ടുകൊണ്ട് അതിവേഗം ആ വാഹനം ഓടിച്ചു പോകുന്ന ആ ദൃശ്യങ്ങൾ കണ്ട നാട്ടുകാർ ഈ കാറിനെ തടയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കാറ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ സ്വാഭാവികമായും ഐവിൻ തെറിച്ച് റോഡിലേക്ക് വീണു. അങ്ങനെ വീണ ഐവിനെ തുടരെ കാറിടിച്ച് ഏതാണ്ട് 10-20 മീറ്ററോളം റോഡിലൂടെ നിരക്കി കൊണ്ടുപോയി എന്നാണ്. ഇതിനിടയിൽ വിദ്വാൻ, നമ്മുടെ SI വിദ്വാൻ കാറിന്റെ പുറത്തിറങ്ങി ബോധം കെട്ട് വീണതായിട്ട് അവിടെ അഭിനയിച്ച് കിടന്നു. ഒരാൾ നേരെ എയർപോർട്ടിലേക്ക് മണ്ടി തടിയെടുത്തു. പോലീസ് അവിടെ നിന്നാണ് ഒരാളെ പൊക്കിയെന്നാണ് പറയുന്നത്. ഏതായാലും 2 പേരെയും പോലീസ് പിടിച്ചു. ഇനി യൂണിഫോംധാരികളായതുകൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവർ സംരക്ഷിക്കുമോ, ഈ ഐവിൻ ഇനി കുറ്റക്കാരനായി മാറുമോ എന്നെനിക്കറിയില്ല. ഏതായാലും ഐവിൻ ജോജോ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, 24-കാരൻ, ഒരു കുടുംബത്തിന്റെ ഒരു ആശ്രയമായിരുന്നല്ലോ, പ്രതീക്ഷയായിരുന്നല്ലോ. അദ്ദേഹത്തെ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ ആ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സസ്പെൻഷനിലാണെന്ന് പറയുന്നു. സത്യത്തിൽ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ നടത്തുന്നവരെ സർവീസിൽ നിന്ന് അപ്പോൾ തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒന്നും അതിനെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുറച്ച് നാൾ അവരെ പുറത്തു നിർത്തും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ധൈര്യത്തെ, മറ്റുള്ളവരെ നേരിടുന്നതിനുള്ള ധൈര്യത്തെ അങ്ങോട്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഉയർന്ന പദവികളിലേക്ക് പറഞ്ഞുവിടലാണ് സാധാരണ കണ്ടുവരുന്നത്. ഇവിടെയും അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇനി യൂണിഫോംധാരികളായതുകൊണ്ട് എന്തായാലും കൂറ് കാണാതിരിക്കുമോ എനിക്കറിയില്ല. രണ്ടായാലും ഒരു മനുഷ്യനെ, പച്ചായ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥർ സത്യത്തിൽ ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. അവർ അഴിയെണ്ണേണ്ടവരാണ്. നമ്മുടെ കേരള പോലീസ് ഒരുപക്ഷെ അതിനുള്ള വഴിയൊരുക്കുമെന്ന് തന്നെ കരുതാം. നമ്മളെപ്പോഴും പറയും അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തുള്ളവർ എന്ന്. നമ്മൾ മലയാളികളെ പോലെ അല്ല മറ്റുള്ളവർ. അവരുടെ ചിന്താഗതിയും അവരുടെ ചിന്താധരണികളും ഒക്കെ വ്യത്യാസമാണ്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറ്റം അടുത്ത കാലത്തൊന്നും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരക്കാർ ആര് തന്നെ ആയിരുന്നാലും, ഏതൊക്കെ പദവികളിലുള്ളവരായാലും പദവികളില്ലാത്തവരായാലും, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ഇടപെടലുകളും ശക്തമായ നടപടികളും ഉറപ്പായ ശിക്ഷാ നടപടികളും ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. Different angles. Don't forget to subscribe and support this channel.